മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് വീട് വെച്ച് നൽകാൻ തയ്യാറാണെന്ന് വാഗ്ദാനം ചെയ്തവരുമായി സർക്കാർ ഉടൻ ചർച്ച നടത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറയുന്നു. ഭൂമിയിൽ സർക്കാർ കണ്ടെത്തിയെങ്കിലും കോടതിയിൽ കേസ് നടക്കുന്നതുകൊണ്ടാണ് ചർച്ച വൈകുന്നത്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ കത്ത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും കത്തിന് ഉടൻ മറുപടി കൊടുക്കുമെന്നും റവന്യൂ മന്ത്രി വ്യക്തമാക്കുന്നു. സ്ഥലം എവിടെ, അതിന്റെ ഡിസൈൻ എവിടെയെന്നും അവരോട് പറയേണ്ടി വരും. അപ്പൊ അതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, വയനാട്ടിൽ ജന്മമുള്ള ഭൂമി ഏറ്റവും കുറവാണ്. ഒരുമിച്ച് ടൗൺഷിപ്പിന് വേണ്ടി കിട്ടുന്ന ഏത് സ്ഥലവും പണം കൊടുത്ത് മേടിക്കാൻ സർക്കാർ തയ്യാറാണ്. ഭൂമിയുടെ തയ്യാറാക്കേണ്ട ഡിസൈൻ ഉൾപ്പെടെ കിഫ്കോണിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കി കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇനി അതൊരു അന്തിമ വിശകലനത്തിന് വിധേയമാക്കുകയും ഭൂമി നൽകാം എന്ന് വീട് വെച്ച് നൽകാൻ പണം തരാം എന്ന് പ്രഖ്യാപിച്ചവരോട് കൂടിയാലോചന നടത്തുകയും ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കത്ത് ഇന്നലെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ആ കത്തിന് കാരണങ്ങൾ കാണിച്ചുകൊണ്ട് വിശദമായിട്ടുള്ള മറുപടി തന്നെ നൽകും. ഈ മാസത്തോടു കൂടി തന്നെ ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പ തത്സമയം ചേരുന്നു. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഈ വീട് നിർമ്മിച്ച് നൽകുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി പേർ ഓഫർ നൽകിയിരുന്നു. ആ ഓഫർ കാത്തോലിക്ക സഭ, മുസ്ലിം ലീഗ്, അതോടൊപ്പം തന്നെ കോൺഗ്രസ്, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ 100 വീടുകൾ വീതം നിർമ്മിച്ച് നൽകാമെന്ന് ഓഫർ നൽകിയിരുന്നു. ഒപ്പം തന്നെ DYFI 25 വീടുകൾ നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ പ്രഖ്യാപനം നടത്തിയ ആളുകളുമായി സർക്കാർ ഒരു തരത്തിലുള്ള കൂടിയാലോചനകളും നടത്തിയിട്ടില്ല എന്നുള്ള ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് സ്വന്തമായി ഭൂമി കണ്ടെത്തി അവിടെ വീട് നിർമ്മിച്ച് നൽകാനുള്ള നീക്കമാണ് നടത്തുന്നത്. ഇക്കാര്യത്തിൽ നാളെ നടക്കുന്ന സംസ്ഥാന സമിതിയിൽ അന്തിമ തീരുമാനം ഉണ്ടാകും. വയനാട് ജില്ലാ നേതൃത്വത്തിനും ഇതിൽ അനുഭാവപൂർവ്വമായ അങ്ങനെ തന്നെ വേണമെന്നുള്ള ആവശ്യമാണ് വയനാട് ജില്ലാ നേതൃത്വത്തിനും ഉള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് മുസ്ലിം ലീഗ് കടക്കുകയാണ്. മാത്രമല്ല, പ്രതിപക്ഷ സംഘടനകളെല്ലാം തന്നെ ശക്തമായ രീതിയിലുള്ള രാഷ്ട്രീയ പോരാട്ടമാക്കി ഈ വിഷയത്തെ മാറ്റുകയാണ്. ഇന്ന് മുസ്ലിം യൂത്ത് ലീഗിന്റെ രാപ്പകൽ സമരം മേപ്പാടിയിൽ നടക്കുന്നുണ്ട്. അടുത്ത ദിവസം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ മേപ്പാടി ടു കൽപ്പറ്റ യൂത്ത് മാർച്ചും നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധത്തിലേക്ക് ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് പ്രതിപക്ഷ സംഘടനകൾ മുന്നോട്ട് പോകുന്നു. ഈ സാഹചര്യത്തിലാണ് റവന്യൂ മന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതിൽ ആക്ഷേപമായി ഈ വിഷയത്തെ സമീപിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് അതിജീവനത്തിന് ഗുണകരമാകില്ല എന്നുള്ളതാണ് മന്ത്രി കെ രാജൻ നമ്മളോട് സംസാരിച്ചത്. സിദ്ധരാമയ്യ നൽകിയ കത്ത്, ഈ 100 വീടുകൾ ഓഫർ വെച്ചതിൽ കർണാടക സർക്കാരും ഉണ്ടായിരുന്നു. അതിൽ സിദ്ധരാമയ്യയുടെ കത്ത് അത് ഇന്നലെയാണ് പെട്ടത്. സ്വാഭാവികമായും അതിന് കൃത്യമായ കാര്യകാരണങ്ങൾ സഹിതം കാണിച്ച് ഉടൻ തന്നെ മറുപടി നൽകും. ഈ സാങ്കേതികമായ കാര്യങ്ങൾ പറഞ്ഞ് ഇതിൽ തർക്കമുണ്ടാക്കുന്നതിൽ വിയോജിപ്പ് ഉണ്ട് എന്നുള്ള തരത്തിലും റവന്യൂ മന്ത്രി പറയുകയുണ്ടായി. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് മാത്രമേ പുനരധിവാസം എന്നുള്ള നടപടിയിലേക്ക് കടക്കൂ എന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ വൈകാനുള്ള കാരണം നിയമപരമായ ചില പ്രശ്നങ്ങളാണ്. അതായത് മേപ്പാടിയിൽ തന്നെ ഇത്തരത്തിൽ ടൗൺഷിപ്പ് വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചത് ചീഫ് സെക്രട്ടറി തലത്തിൽ നടന്ന യോഗത്തിൽ അവിടുത്തെ മേഖലയിലെ ദുരന്തബാധിതർ തന്നെയാണ്. സ്വാഭാവികമായും മേപ്പാടിയിൽ അങ്ങനെ ഭൂമി കണ്ടെത്തണമെങ്കിൽ അങ്ങനെ 2 ഭൂമി മാത്രമാണ് നിലവിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ ചില നിയമ വ്യവഹാരങ്ങൾ കോടതിയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ കൃത്യമായൊരു അന്തിമ വിധി വന്നിട്ടില്ല. ആ വിധി വരുന്ന മുറയ്ക്ക് തന്നെ സ്വാഭാവികമായും ആ നടപടിയിലേക്ക്, ഈ പണം കോടതിയിൽ കെട്ടിവെച്ചുകൊണ്ട് തന്നെ ആ ഭൂമി ഏറ്റെടുക്കൽ നടപടിയിലേക്ക് സർക്കാർ കടക്കും. അത് വൈകില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല, ഇതിലിപ്പോൾ വിവാദ വിഷയമായിട്ടുള്ളത് ഈ വീടുമായി ബന്ധപ്പെട്ട ഓഫർ നൽകിയ ആളുകളുമായി സംസാരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ആ ഓഫർ നൽകിയ ആളുകളോട് കൃത്യമായ രീതിയിൽ തന്നെ സംസാരിക്കും. അത് ഈ മാസം തന്നെ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കും. ഇവർക്ക് മുന്നിലേക്ക് ഇതിന്റെ സ്കെച്ചും പ്ലാനും അടക്കം നൽകേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിൽ ഈ നിയമപരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടാണ് അത് വൈകുന്നത്. എന്തായാലും ഇതിൽ കൃത്യമായ രീതിയിൽ നടപടിയിലേക്ക് സർക്കാർ കടക്കുമെന്നുള്ളതാണ് റവന്യൂ മന്ത്രി കെ രാജൻ 24 പറഞ്ഞത്. SK. ഓക്കെ, താങ്ക് യു. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്.